പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റണോ? പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണോ? ഞാനൊരു മാർഗം പറഞ്ഞു തരാം. ഒരു മാർഗമല്ല, ഇതാണ് ഏക മാർഗം. മറ്റൊന്നുമല്ല, നമ്മുടെ ദൈവവുമായിട്ട് നമ്മളൊരു ഗാഠമായ ബന്ധത്തിലായിരിക്കണം. ആ ബന്ധം എങ്ങനെയാണ് സ്ഥാപിക്കുക? ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയാണ് പ്രാർത്ഥന. ദൈവമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണെന്ത്? പ്രാർത്ഥന. ഉന്നതനായ വ്യക്തിയെയും ഉന്നതമായ ലക്ഷ്യത്തെയും തേടുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം ദൃഢമായി തീരും. എൻ്റെ കൂടെ ദൈവം വരും. ഞാൻ പഠിക്കുമ്പോൾ പഠിക്കുവാനായിട്ട് എന്നെ സഹായിച്ചുകൊണ്ട് ദൈവം വരും. ഞാനൊരു ജോലിക്ക് പോകുമ്പോൾ ജോലി ചെയ്യാൻ ദൈവം എന്നെ സഹായിക്കും. എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നിലൂടെ ദൈവം പ്രവർത്തിക്കും. ഇതാണ് യഥാർത്ഥ സത്യം. നമ്മൾ ഈ ശ്വസിക്കുന്ന ഈ ശ്വാസം ഉണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശ്വാസമാണ്. ദൈവം ആദ്യം ആദത്തെ സൃഷ്ടിച്ചു എന്നാ പറയുക. പക്ഷെ ആദത്തെ അല്ല സൃഷ്ടിച്ചത്, ഒരു കളിമൺ ബിംബത്തെയാണ്. ആ ബിംബത്തിലേക്ക് ജീവശ്വാസം ഊതിയപ്പോഴാണ്, അന്ന് ആദത്തിലേക്ക് ഊതിയ ജീവശ്വാസമാണ് ഇന്ന് എൻ്റെ നാസാരന്ധ്രങ്ങളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം അത്രയ്ക്ക് അടുത്താണ്. ദൈവം അത്രയ്ക്ക് അടുത്താണ്. ഈശോയെക്കുറിച്ച് എന്താ പറയുന്നത്? അവൻ എമ്മാനുവേൽ ആണെന്നല്ലേ, ദൈവം നമ്മോടുകൂടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവത്തെ കൂട്ടിയാൽ ഓരോ പ്രശ്നവും അനുഗ്രഹമാകും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുവശത്തൊരു ബ്ലെസ്സിങ് ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. ആ ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾക്ക് മിടുക്കരാവാം. ഞാൻ പ്രിയപ്പെട്ട മാത്യു അച്ഛൻ നിങ്ങളുടെ സ്വന്തമാണ്, ഈശോയുടെ സ്വന്തമാണ്.